ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറേ പേരയ്ക്ക ഇരിപ്പുണ്ട്. ആ പേരയ്ക്ക വെച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗ്യാപ്പ് കിട്ടിയതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോണിൻ്റെ മുമ്പിൽ ഒരു പേരയ്ക്ക വെച്ച് കുറേ ഷോ കാണിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആ പേരയ്ക്കൊക്കെ നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ടെസ്സ കയറി വന്നു. അപ്പോൾ ഞാൻ ടെസ്സ എടുത്തോണ്ട് ടെസ്സ ഒരു ഹായൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ടെസ്സയെ ഒരുമിച്ചാണ് ആ പേരയ്ക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയത്. പേരയ്ക്കൊക്കെ കട്ട് ചെയ്ത് തൊലിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് 2 പീസാക്കി കട്ട് ചെയ്തു. 2 പീസായി കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ടെസ്സ എന്നോട് പറഞ്ഞു, ചേച്ചി അത് നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പും മുളകൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം. കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഓവർ പച്ചയില്ലായിരുന്നു, ഓവർ പഴുത്തതല്ലായിരുന്നു, ഒരു ഇടപ്രായത്തിലുള്ള പേരയ്ക്കായിരുന്നു. അതിനുശേഷം അതൊക്കെ നന്നായിട്ട് പാത്രത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുത്തു കേട്ടോ. കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പേരയ്ക്കൊക്കെ അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. നല്ല ചുമപ്പ് കളറിൽ വന്നു. ഞാൻ എന്ത് ചെയ്തു, ഒരു പീസ് എടുത്ത് ടെസ്സ് എടുത്ത് പറഞ്ഞു, ടെസ്സ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അവൾ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ഒരു പീസ് എടുത്ത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് എരിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവളെ റിയാക്ഷനിൽ അറിയാൻ പറ്റുന്ന എരി ഉണ്ടെന്ന്. പക്ഷെ അവൾ പുറത്ത് കാണിക്കാതെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ എരിയൊക്കെ കൂട്ടുന്ന ഒരാളാണ്, പക്ഷെ എന്നാലും കുറച്ച് എരി കൂടിപ്പോയെന്നൊരു സംശയം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പുളിപ്പും എരിയും രുചി ഇതൊക്കെ ചേർന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ. ഓക്കെ, ബൈ ബൈ.